ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ് നോക്കുന്ന ഒരു റീഡിംഗ് ആണ്. സോ ഇതൊരു മെഡിറ്റേറ്റീവ് റീഡിംഗ് ആണ്. ഇതിനകത്ത് പഴയ സെലക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ ഫീൽ ചെയ്യുക. അവർക്ക് നിങ്ങളുടെ എന്ത് എനർജിയാണ്, ഹാപ്പിനെസ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ അത് എന്ത് എനർജിയാണോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആ എനർജി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ലെറ്റ് സി അവർക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ഗൈഡഡ് ആയിട്ട് മാത്രമേ ഈ വീഡിയോ കാണുള്ളൂ. സോ നിങ്ങൾ വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സന്റെ കറണ്ട് എനർജി ആണ് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് മെഡിറ്റേറ്റീവ് റീഡിംഗ്. So first thing that you need to do is take a deep breath. ഒരു 2-3 പ്രാവശ്യം നീട്ടി ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അങ്ങനെ 3 പ്രാവശ്യം ടേക്ക് ഡീപ് ബ്രെത്ത്. ആൻഡ് ദെൻ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഗുഡ് മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക. ആൻഡ് വി ഷാൽ സി എന്താണ് മെസ്സേജസ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കറന്റ്ലി ആ പേഴ്സന്റെ എനർജി എന്താണ് നമുക്ക് നോക്കാം. With these cards, first I see 9 of Pentacles, peace, സമാധാനം. ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒറ്റക്കാണ് ഇരിക്കുന്നെങ്കിലും they are happy, they are content, and അവര് അബണ്ടന്റ് ആണ്. അവർ നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു സമാധാനം അല്ലെങ്കിൽ പീസ് കിട്ടുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ് അവർ കാണുന്നത്. നെക്സ്റ്റ് ഐ സി പേജ് ഓഫ് വാൻഡ്സ്. അവര് നിങ്ങളെ സെറ്റ് ഫ്രീ ആക്കി വിടാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെ ഒരു രീതിയിലുള്ള ഒരു ചട്ടത്തിന്റെ അടിയിൽ പൂട്ടിയിടാനോ അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു വെക്കാനോ അല്ല ആഗ്രഹിക്കുന്നത്. പകരം നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മുന്നോട്ടേക്ക് വരുന്നോ അത്രത്തോളം നിങ്ങൾ മുന്നോട്ടേക്ക് വരണമെന്നും നിങ്ങൾ വേൾഡ് കാണണമെന്നും നിങ്ങൾ ലോകം കാണണമെന്നും അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നും നിങ്ങൾ അതിൽ ഒരുപാട് സന്തോഷിക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐ സി ടെമ്പറൻസ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ചിലപ്പം നിങ്ങൾക്ക് നല്ല മൂഡായിരിക്കാം, മോശം മൂഡായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഉയരത്തിൽ വന്നിട്ട് പിന്നെ താഴെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പ് ആൻഡ് ഡൗൺ ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെങ്കിൽ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അവര് നിങ്ങളുടെ ലൈഫിൽ വരുന്നതോടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ആ ഒരു പേഴ്സൺ ഉണ്ടാക്കാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ടെമ്പറൻസ് കാർഡ് എനിക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ഐ സി 7 ഓഫ് സോർഡ്സ് ആൻഡ് എനർജി, which means that ബിട്രയൽ, പറ്റിക്കപ്പെടുക, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ സമാധാനം കൊടുക്കാതിരിക്കുക എന്നുള്ള കൈൻഡ് ഓഫ് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അതായത് എന്തെങ്കിലും ചുറ്റിലുള്ള ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹിൻഡറൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് 7 ഓഫ് സോർഡ്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി ഫൂൾ കാർഡ്. നിങ്ങളൊരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുമോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റോങ് ഡയറക്ഷനിലേക്ക് പോകുമോ എന്ന് അവർ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഐ സി മജീഷ്യൻ എനർജി. ഇതിലൊരു തേർഡ് പാർട്ടി വരാനും മാനിപ്പുലേഷൻ നടത്താനും ചാൻസസ് ഉണ്ട്. അതായത് ഒന്നിക്കൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, ഒന്നിക്കൽ അയാളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം. ഇറ്റ് ഇസ് ലൈക്ക് ഒരു മാനിപ്പുലേറ്റീവ് എനർജി അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതായത് ഇത് വർക്കൗട്ട് ചെയ്യിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോവാതിരിക്കാൻ. ഇറ്റ് ഈസ് സിമിലർ ടു ദ 7 ഓഫ് സോർഡ്സ് എനർജി. അതായത് ചുറ്റും നിന്നിട്ട് ഒരുപാട് ഉപദ്രവം ചെയ്യുക അല്ലെങ്കിൽ ഒരു സമാധാനം കൊടുക്കാതെ ഇരിക്കുക എന്നുള്ള കൈൻഡ് ഓഫ് എനർജി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ സി ദ ടവർ കാർഡ്. അതായത് എന്തോ ഒരു പർട്ടിക്കുലർ ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ
അസ്യൂം ചെയ്യുന്നത്. അതായത് എന്തോ ഒരു പർട്ടിക്കുലർ ചേഞ്ച് ആയിരിക്കാം. ഒന്നിക്ക് ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നിട്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തകർക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അങ്ങനെ ഒരു എനർജി വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള എനർജി. നെക്സ്റ്റ് ഐ സീ ടു ഓഫ് പെന്റക്കിൾസ്. ദേ ഫീൽ ദാറ്റ് ദേ ആർ ട്രീറ്റഡ് ആസ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്ത പോലെയുള്ള എനർജി തോന്നാം ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് ഒരു ടു ഓഫ് പെന്റക്കിൾസ് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ പറ്റി വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റി ചിന്തയുണ്ട്, ആലോചനയുണ്ട്. ഇവൺ ദോ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കൂടെ ദേ ഫീൽ ദാറ്റ് നിങ്ങൾ ഹൈലി നിങ്ങളെ ആ ഒരു പേഴ്സൺ ഡിസയർ ചെയ്യുന്നുണ്ട്, പാഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങളെ സെറ്റ് ഫ്രീ ആയിട്ട് വിടണം, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്ഥലത്ത് പൂട്ടിയിടണ്ടെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ ലൈഫിലെ എനർജി ബാലൻസ് നിങ്ങൾ കാരണമാണ് വരിക എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. പുറത്തു നിന്നുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. മാനിപ്പുലേറ്റീവ് എനർജി ചിലപ്പോൾ ഉണ്ടാവാം, പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ ചുറ്റും നിന്നിട്ട് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എനർജീസ് ഉണ്ടാവാം എന്നുള്ളതും കൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് വിത്ത് ദിസ് റീഡിങ്. സോ നമുക്ക് ഏഞ്ചൽസ് എന്താണ് നമുക്ക് ഈ ഒരു ആളുടെ കാര്യത്തിൽ റീഡിങ് തരുന്നത്, മെസ്സേജ് തരുന്നത് നമുക്ക് നോക്കാം. ഐ സീ അബണ്ടൻസ്. ഈ ഒരു പേഴ്സൺ ഇസ് ഹൈലി അബണ്ടന്റ്, ദാറ്റ് ദേ ലവ് യു ലൈക്ക് എനിത്തിങ്. ഒരുപാട് നിങ്ങൾക്ക് സ്നേഹം തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ ഐ ഗെറ്റ് റീകൺസിഡർ ഓൾസോ. അതായത് ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ ഓപ്ഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ റീകൺസിഡർ ചെയ്യണം. ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല, നിങ്ങൾ ഒരിക്കലും ഫ്രീ ആവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങളെ പർട്ടിക്കുലർലി കൂട്ടി വെക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, യു നീഡ് ടു റീകൺസിഡർ. പല കാര്യങ്ങളും ചിന്തിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് റിലേഷൻഷിപ്പ് തോന്നുന്നത്. ഐ സീ ദാറ്റ്. ഇനി നമുക്ക് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ തരാനുള്ള മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. ഐ സീ 3 മെസ്സേജസ് എന്താണെന്ന്. ഐ സീ ബി ഓപ്പൺ ടു മീ, പ്ലീസ് കമ്മ്യൂണിക്കേറ്റ്. സോ അവർക്ക് നിങ്ങൾ ഓപ്പൺ ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് അവർ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ക്ലിയർ ആയിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ ഒരു പേഴ്സണിന്റെ അടുത്ത് പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് ടു മീ. അവരുടെ സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐ സീ യു ആർ ഡ്രൈവിംഗ് മീ ക്രേസി. അവര് നിങ്ങളുമായിട്ട് അത്രയും പാഷനേറ്റ് ആണ്. നിങ്ങൾ അവരുടെ നിന്ന് വിട്ടു നിന്നാലും കൂടെ അവര് ഭയങ്കരമായിട്ട് നിങ്ങളെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ദേ ആർ ലൈക്ക് എവറി മൊമെന്റ് നിങ്ങളുടെ മെസ്സേജ് വന്നോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എടുത്ത് വെച്ചിട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് ഐ സീ യു ആർ ബ്യൂട്ടിഫുൾ ഓർ ഹാൻസം, ഐ നീഡ് യു. അവർ നിങ്ങളെ ഫിസിക്കലി അവർക്ക് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലുള്ള അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് ദേ വോണ്ട് യു ഇൻ ദെയർ റിലേഷൻഷിപ്പ്. അവർ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് മോർ ലൈക്ക് എ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഒരു തേർഡ് പാർട്ടി കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ that is the reading, that is a message from your person. So thank you so much for watching this video. If you want such videos to be done, നിങ്ങൾക്ക് videos ഇഷ്ടമാണെങ്കിൽ please do like, share and subscribe to my channel. Until next time, bye.